വടക്കൻ കേരളത്തിൽ പൊതുവിൽ ഈ പാചകവാതക പ്രതിസന്ധി അല്പം കൂടി രൂക്ഷമാണ് എന്നാണ് സാഹചര്യം. കോഴിക്കോടിൻ്റെ ചിത്രം കൂടി നോക്കാം. നമുക്കറിയാം, കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിലും വലിയ പ്രതിസന്ധി ഹോട്ടലുകളിലടക്കം ഇത് ഉണ്ടാക്കിയിട്ടുമുണ്ട്. എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോടിൻ്റെ സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഈ നേരത്തെ അനുമോദൊക്കെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഇഫ്താർ സംഘങ്ങളുണ്ട്. പകൽ സമയങ്ങൾ പരമാവധി ഹോട്ടലുകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരിക്കും. പക്ഷേ വൈകുന്നേരം ഏറ്റവും തിരക്കേറുന്ന വ്യാപാര കേന്ദ്രങ്ങളാണ് ഈ ഹോട്ടലുകൾ, ഏറ്റവും സജീവമാകുന്ന ഇടങ്ങളാണ്. അപ്പോൾ അവിടെ ആ സ്ഥലങ്ങളൊക്കെ അടച്ചിടേണ്ട അവസ്ഥ വരുന്നുണ്ടോ അവിടെ? അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത്. കാരണം നോമ്പ് കാലമായതുകൊണ്ട് തന്നെ ഏതാണ്ട് 50% ഹോട്ടലുകൾ പകൽ സമയങ്ങളിൽ അടഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് തുറന്നിരിക്കുന്ന ഹോട്ടലുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം, പല ആവശ്യങ്ങൾക്കായി പല ഇടങ്ങളിൽ നിന്നായി എത്തുന്ന ഒരിടമാണ്. മലബാറിൻ്റെ ഒരു ആസ്ഥാനം എന്ന് തന്നെ പറയാവുന്ന ഇടമാണ് കോഴിക്കോട്. അതുകൊണ്ട് കോഴിക്കോട് നഗരത്തെ ഈ പാചകവാതകത്തിൻ്റെ ക്ഷാമം വലിയ തോതിൽ ബാധിക്കുന്ന കാഴ്ച. നമ്മളിപ്പോൾ തന്നെ ഒരു ഹോട്ടലിലാണ് നിൽക്കുന്നത്, സിവിൽ സ്റ്റേഷൻ അടുത്തുള്ള. അവിടെ ഒരു നോട്ടീസ് തന്നെ അവർ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിക്കാൻ, അതായത് ഗ്യാസ് സിലിണ്ടറിന്റെ ലഭ്യത കുറവ് കാരണം ഇന്നു മുതൽ താൽക്കാലികമായി ഹോട്ടൽ ഉച്ചവരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന നോട്ടീസ് അടിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഈ അടിച്ചു വെച്ച് കഴിഞ്ഞു അല്ലെ, ഇത് ഒട്ടിച്ചാൽ താമസമുള്ളൂ? ഞങ്ങൾ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഗ്യാസ് ഏതായാലും ഇനി കിട്ടാനൊരു വഴിയില്ല. പരമാവധി പണിക്കാരെ കുറച്ച് കൊണ്ടുപോകും, ഉച്ചവരം തുറക്കാന്നുള്ളതാണ്. പക്ഷെ അതും ഇനി 2 ദിവസം കഴിഞ്ഞാൽ അതും പൂർണ്ണമായിട്ട് നിലച്ചു പോകുമെന്നുള്ളൊരു പേടിയിലാണ് പണിക്കാരല്ലാതെ മുതലാളിയും. നിങ്ങൾ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? ഞങ്ങൾ കുറച്ച് പേരുണ്ട്, അധികമുണ്ട്. അധികം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10-30 പണിക്കാരുണ്ടാവും. പക്ഷെ ഇതെല്ലാതും കൂടി മൈൻഡിൻ്റെ ചെയ്യാൻ ഇപ്പോൾ നമ്മളെ മുതലാളിക്ക് നടക്കുന്നില്ല. ഒന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കച്ചവടം പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുക. ഉച്ചക്കലത്തെ ഒരു ചോറോടുകൂടി നമ്മൾ വിറകിലൊക്കെ വെക്കണതിൻ്റെ ഒരു ഉച്ചക്ക് അതതിൻ്റെ പിന്നാലെ പോകുന്നു മാത്രം. അപ്പോൾ നമ്മൾ പണിക്കാരെ കുറക്കുക, മുതലാളിക്ക് പണിക്കാരെ കുറക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എത്ര ദിവസം ഇനി മുന്നോട്ട് പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 2-3 സിലിണ്ടറിൽ ഒരു ദിവസം വേണമായിരുന്നു. 4 ഞങ്ങൾക്ക് വേണം. അപ്പം അത് ഇപ്പം നിലച്ച് ഞങ്ങളിൽ ഇന്നത്തോടുകൂടി നമ്മളെ ഗ്യാസ് ശേഖരം നിന്നുപോയി. നമ്മളെ ഇപ്പോൾ ഏറ്റവും പ്രശ്നം വരുന്നത് ഈ ലൈവ് കിച്ചൺ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ലൈവ് കിച്ചൺ, മീന്, ചായ, അതുപോലെ തന്നെ അങ്ങനെയുള്ളതിന് പൊറോട്ടയൊക്കെ ഈ ഗ്യാസ് സിലിണ്ടർ കൊടുത്തേ തീരും നിർബന്ധമായിട്ടും. ഫിഷ് ഏതായാലും പൊരിച്ച് കൂട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ചായ പ്രശ്നം. ഇപ്പോൾ കടയിലേക്ക് ഈ വിറകടുപ്പ് കൊണ്ടുവരുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ ഷോപ്പുകളിലൊന്നും അതിനുള്ള സൗകര്യങ്ങളില്ല. പിന്നെ ഒരു സെൻട്രൽ കിച്ചണിൽ അതൊക്കെ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് എത്രത്തോളം ആൾക്കാരും വരുന്നുണ്ട്. ഈ സമാന്തര സംവിധാനങ്ങളൊക്കെ ആയിട്ടല്ലേ ചില നോട്ടീസൊക്കെ കാണിച്ചു. സജിത്ത്, അങ്ങനെ ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. കാരണം ഈ വിറകിനും ഒക്കെ ലഭ്യത കുറവ് വരുമ്പോൾ ആളുകൾ ഇതൊരു ഇതാണ് ഫ്ലെയിം എന്നൊക്കെ ഉള്ള രീതിയിൽ സമാന്തരമായ, അതായത് 100% ബയോ എനർജി സ്റ്റൗ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ ചില കണ്ടുപിടുത്തങ്ങൾ, അതായത് ഈ പ്രത്യേക വസ്തു ഇട്ട് കത്തിച്ച് നിർമ്മിക്കുന്ന അതും ആളുകളെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്, ആ ഒരു അവസരവും മുതലെടുക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്ക് പറയേണ്ട കാര്യം. എന്തായാലും ഹോട്ടലുകളുടെ കാര്യം അങ്ങേയറ്റം കഷ്ടത്തിലാണ്. കാരണം പല ഹോട്ടലുകളിലും ഇന്നും നാളെയും കൂടെയൊക്കെയുള്ള പാചകവാതകം മാത്രമാണ് സിലിണ്ടറുകൾ അവശേഷിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ധാരണയില്ല. ഈ കടയാണെങ്കിൽ തൽക്കാലം ഉച്ചയ്ക്കൊരു കിച്ചണിൽ നിന്നും അവർ വിറകടുപ്പ് കൊണ്ട് ചോറ് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിനുള്ളൊരു ആലോചനകളുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല. ഉച്ചവരെ മാത്രം കച്ചവടം നടക്കുന്ന ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകും. നമുക്കിപ്പം ആളുകളൊക്കെ ഇരിപ്പുണ്ട്. ചേട്ടാ, ഇവിടെ വീട് എവിടെ? ഇവിടെ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അതോ വല്ലപ്പോഴും വന്ന് കഴിക്കുന്നുണ്ടോ? വല്ലപ്പോഴൊക്കെയാണ് കഴിക്കാറ്. പക്ഷേ ഇതിപ്പോൾ ഇവർക്ക് സിലിണ്ടറുകൾ തീരെ കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ ഹോട്ടൽ ഭക്ഷണം മുടങ്ങും. ഉച്ചവരെ അടുത്ത ദിവസം മുതൽ ഈ കടകൾക്ക് പോലും പ്രവർത്തിക്കുന്നു. പത്രങ്ങളിലൊക്കെ ന്യൂസ് കാണുന്നുണ്ട്. എന്താണെന്നുള്ള കറക്റ്റ് കേരളത്തിൽ മൊത്തത്തിൽ എങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയുന്നില്ല. അങ്ങനെ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കെന്തായാലും വീട്ടമ്മമാരാണ് ഇതിന്റെ ഈ ഒരു രൂക്ഷത അല്ലെ. ഈ വീട്ടില് സിലിണ്ടറൊക്കെ കിട്ടുന്നുണ്ടോ? സിലിണ്ടർ ഇപ്പം 2 സിലിണ്ടർ ഉള്ളവർക്ക് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. 31 ദിവസം ആക്കിയിട്ടുണ്ട്. 30 ദിവസം. 1 സിലിണ്ടർ ഉള്ളവർക്ക് 21 ദിവസം. അങ്ങനെയാണ് ഇപ്പം. സിലിണ്ടറിന് ക്ഷാമമായിട്ടുണ്ട്. കിട്ടുന്നുണ്ടോ ഇപ്പം? ഈ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി വീട്ടിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. ഇപ്പം അത് കൂടും. അത് തീർന്നാൽ ഇനി എന്താവും സ്ഥിതി എന്ന് പറയാൻ പറ്റൂല. തീർന്ന പ്രശ്നത്തിലാവും. തീർന്ന പ്രശ്നത്തിലാവും. ഇപ്പൊ അങ്ങനെയാണ് കിടപ്പ് ഗ്യാസിന്റെ.
എന്തായാലും വലിയ ഒരു പ്രതിസന്ധി രൂപപ്പെടുന്നു എന്നാണ് ഈ ആളുകളുടെ അല്ലേ ചേട്ടാ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്? കാര്യങ്ങൾ ഗ്യാസിന്റെ കാര്യം ബുദ്ധിമുട്ട് ഇങ്ങനെ തന്നെ ആകുകയാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാടുള്ള ജോലിക്കാരെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. കഴിയുന്നതും ഗ്യാസിന്റെ കാര്യത്തിൽ പരിഹാരം കാണുന്ന ഏറ്റവും നല്ലത്. പക്ഷേ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അവസാനിക്കുന്നില്ല. പക്ഷെ അതാണ് വലിയ വിഷയം തന്നെയാണ് സംഭവം. പക്ഷെ നമ്മളെ ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഹോട്ടലിൽ ജോലി ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഞങ്ങളൊക്കെ ഡെയിലി ഈ ഇത് ആശ്രയിച്ച് വരുന്ന ആളുകളാണ്. അപ്പോൾ ഇനിയിപ്പം പറയുന്നത് ഉച്ചവരെ ഉള്ളൂ എന്നൊക്കെ പറയുന്നതുകൊണ്ട് വലിയൊരു വിഷയം തന്നെയാണ്. സൈറ്റ് ഇതാണ് ഈ ഹോട്ടലിനെയാണ് ഏറ്റവും ദോഷകരമായി ഈ ഗ്യാസിന്റെ ക്ഷാമം ബാധിക്കുന്നത്. കാരണം വീടുകളിലാണെങ്കിൽ ഒരു ബി പ്ലാൻ എന്ന രീതിയിൽ പലപ്പോഴും ഒരു കിച്ചണൊക്കെ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ അടുപ്പിൽ പാചകം ചെയ്യുന്നതൊക്കെ രീതിയിലേക്ക് മടങ്ങി പോകും. പക്ഷേ ഈ പുതിയ തലമുറ ഹോട്ടലുകളിലൊന്നും ഈ പാചകം ഗ്യാസിലൂടെ അല്ലാതെ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. താൽക്കാലികമായി സമയമൊക്കെ മാറ്റി പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം എന്ത് ചെയ്യണമെന്ന ഒരു ആശങ്കയുണ്ട്. കാരണം 100% ജീവനക്കാർ പണിയെടുക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ ഈ ഒരു ഹോട്ടലാണെങ്കിൽ പോലും 10-40 തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു ഹോട്ടലാണ്. കോഴിക്കോട് നഗരം തന്നെ നമുക്കറിയാം, ഒരുപാട് ഈ ഭക്ഷണപ്രിയരായ ആളുകൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ നഗരം കൂടിയാണ് കോഴിക്കോട്. ആ കോഴിക്കോടിന് പോലെയുള്ള ജില്ലകളെ വളരെ ദോഷകരമായി തന്നെ ആവും ഇത് ബാധിക്കുക. ഇന്നും നാളെയും കൂടെ കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ അങ്ങേയറ്റം സങ്കീർണമായി തന്നെ മാറും. സജിത്ത, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.